ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി മക്കയിൽ കൊണ്ടുവന്നിങ്ങനെ ഹാജറ ബീവിയെയും തന്റെ കൈക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നൊരു ഘട്ടം വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരാൻ അപ്പൊ ഹാജർ റളിയല്ലാഹു അൻഹ പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ട്. ഇബ്രാഹിം ഇബ്രാഹിം എങ്ങോട്ടാ അങ്ങ് പോകുന്നത്? ഇവിടെ ഒരു മനുഷ്യനില്ല, ഇവിടെ ഒരു മനുഷ്യനില്ല, ഒരു ജന്തുക്കളിൽ ഒന്നുപോലും ഇവിടെ ഇല്ല. ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത ഈ മരുക്കാട്ടിൽ ആരാരും തുണയില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങളെ തനിച്ചാക്കി പോവാണോ? അങ്ങ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇബ്രാഹിം നബിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല. അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്, അതനുസരിക്കുക, അതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ്. പക്ഷെ ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു വൈകാരികതയിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ പൊട്ടിപ്പോകും, മനുഷ്യനാണല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം, പല ആവർത്തി ഇങ്ങനെ വിളിക്കാൻ. അവസാനം ചോദിക്കാൻ, അല്ലാഹു അമറക ബിഹാദാ, നിങ്ങൾ ഈ ചെയ്തത് പടച്ചോൻ പറഞ്ഞിട്ടാണോ? നഅം, തിരിഞ്ഞു നോക്കാതെ തന്നെ പറയാൻ നഅം. ഖാലത് ഇദൻ ലാ യുദയ്യുനാ, എങ്കിലും ധൈര്യമായിട്ട് പോയിക്കോ, എന്നെയും എന്റെ കുട്ടിയെയും ഞങ്ങളെ തന്നെയും റബ്ബ് നഷ്ടപ്പെടുത്തില്ല, റബ്ബ് പാഴാക്കിക്കളയില്ല, റബ്ബ് കൈവിടില്ല. സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹാ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു മനുഷ്യനില്ല, സഹായത്തിന് വിളിച്ചാൽ ഓടിയെത്താൻ ആരുമില്ല, കുഞ്ഞിന് മുലപ്പാല് വറ്റിപ്പോയാൽ കൊടുക്കാനായിട്ട് വെള്ളം പോലും ഇല്ല, കഴിക്കാൻ ഭക്ഷണം ഇല്ല, ഒന്നുമില്ലാത്തൊരു ഭൂമിയിൽ നിന്നിട്ട് എന്റെ റബ്ബ് അവിടെ നിർത്താനാണ് പറഞ്ഞതെങ്കിൽ ഇദല്ലാ യുദയ്യുനാ, റബ്ബ് കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യം സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹ. ഈ ബോധ്യം ഹജ്ജ് ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും കൽബിൽ ഉണ്ടാകണം. ഈ ബോധ്യത്തിൽ പോണം.